Hello everyone, welcome to Prepwise. Prepwise-ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ടാർഗറ്റ് CUET 2023യുടെ ഭാഗമായിട്ട് നമ്മുടെ ചാനലിൽ കുറച്ച് മാസങ്ങളായിട്ട് CUET 2022 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ്റെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് CUET 2023 അതുപോലെ തന്നെ ടാർഗറ്റ് CUET 2024. നിങ്ങൾ CUET 2023ലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ +1 ആണെങ്കിൽ അല്ലെങ്കിൽ 2024ലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതിൽ ജോയിൻ ചെയ്യാം, മറക്കാണ്ട് ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നടക്കുന്ന CUET റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തിടാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മൾ CUET 2022 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീരീസാണ് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പം നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ സബ്ജക്റ്റിൻ്റെയും സെക്ഷൻ 1 ഇംഗ്ലീഷ് മലയാളം, അതുപോലെ തന്നെ സെക്ഷൻ 2 ഡൊമൈൻ ടെസ്റ്റിലെ ഒരുവിധം എല്ലാ സബ്ജക്ട്സിൻ്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള സെഷൻസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾ CUET 2023ൽ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പേപ്പേഴ്സിൻ്റെയും പ്രീവിയസ് ഇയർ 2022ലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനും ഒന്ന് മോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. മെയ്യിലാണ് നമ്മുടെ CUET 2023യുടെ എക്സാം വരുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉഷാറായി കൊണ്ടുപോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ലീഗൽ സ്റ്റഡീസിൻ്റെ 2ാമത്തെ സെഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെക്ഷൻ 2 ലീഗൽ സ്റ്റഡീസ് എന്നുള്ളത് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലീഗൽ സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ +2 ശേഷം LLB പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിൽ കുറച്ച് അധികം വഴികളേ ഉള്ളൂ അല്ലേ. എന്താണ്, ഒന്നുകിൽ ക്ലാറ്റ് എഴുതണം അല്ലേ, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ്. ഭയങ്കര കോമ്പറ്റീഷൻ കൂടിയിട്ടുള്ള ഒരു എക്സാമാണ്. അതിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പാടാണ്. അതുപോലെ തന്നെ കേരളത്തിലുള്ളവരാണെങ്കിൽ ക്ലീ ഉണ്ട് അല്ലേ, കേരള ലോ അഡ്മിഷൻ ടെസ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലീ എന്ന് പറഞ്ഞിട്ടുള്ള 5 ഇയർ കോഴ്സിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷെ അത് രണ്ടും അല്ലാതെ വേറൊരു ഓപ്ഷനാണ് CUET വഴി ലോ പഠിക്കുക എന്നുള്ളത്. ഇപ്പം BA LLB, BCom LLB, അതുപോലെ തന്നെ മറ്റ് BBA LLB പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് ഒരു 10 to 12 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോളം നമ്മുടെ BA LLB BCom LLB BBA LLB അങ്ങനെയുള്ള പല ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ളത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, അലഹബാദ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു അനവധി നല്ല പേരെടുത്ത സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് CUET വഴി LLB പ്രോഗ്രാമിന് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ CUET ക്രാക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ലീഗൽ സ്റ്റഡീസിൻ്റെ 2022ൻ്റെ 2ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അല്ലേ. ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡിസ്പ്യൂട്ട് ക്യാൻ ബി റെഫേർഡ് ടു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അല്ലേ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ചധികം ഡിസ്പ്യൂട്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഡിസ്പ്യൂട്ട്സിൽ ഏതെല്ലാമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത്? എന്തെല്ലാമാണ് ഡിസ്പ്യൂട്ട്സ് നോക്കാം. ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് പറയുന്നുണ്ട്, ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്, റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട്സ്, കേസ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് ക്ലാസ് ഓഫ് പേഴ്സൺസ്, കളക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ടാക്സ്. ഈ പറയപ്പെട്ട 5 ഡിസ്പ്യൂട്ട്സുകളിൽ ഏതെല്ലാമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോട്ട് റെഫർ ചെയ്യാൻ പറ്റിയത്? കാരണം സാധാരണ നമ്മളൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോവർ കോർട്ടിലും കാര്യങ്ങളൊക്കെയാണ് പോലെ. പക്ഷേ സ്പെസിഫിക് ആയിട്ട് കുറച്ചും കൂടി കോർട്ടിൻ്റെ എഫക്റ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 323 A&B പാർട്ട് A&Bയിലാണ് അത് പറയുന്നത്. അപ്പോൾ 1976-ലോ 8-ലോ അങ്ങാണ്ടാണ് ഒരു അമെൻമെൻറ്റോട് കൂടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഏതെല്ലാം ഫോളോയിങ് ഡിസ്പ്യൂട്ട്സ് ആണ്? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. 3 ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ ഇതിൽ 2 എണ്ണം നമുക്ക് ഒഴിവാക്കണം അല്ലേ. 3 ഡിസ്പ്യൂട്ട്സ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിൻ്റെ ഭാഗമാണ്, പക്ഷെ ഇതിൽ 2 എണ്ണമല്ല. മാഷ ഹായ് വെൽക്കം ടു ദ സെഷൻ. അപ്പം ഷെബിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെബിൻ ഉണ്ടോ, കാണുന്നുണ്ടോ സെഷൻ?
ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്താണ് ഇതിൻ്റെ ഏതെല്ലാം ആണ് എന്നുള്ളത്. ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി. അപ്പം എ, ബി, സി എന്ന് പറയുന്നുണ്ട്, ബി, ഡി, ഇ, എ, ബി, ഇ, സി, ഡി, ഇ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം എന്താണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട് എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എ എന്തായാലും വരുമെന്നുള്ളത് നമുക്ക് ഷുവറാണ്. അപ്പോൾ എ ഇല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുമല്ല. ഇനി അറിയേണ്ടത് എ ആണോ സി ആണോ എന്നുള്ളതാണ് അല്ലേ. ഏതാണ്? സ്വാതി, ഹായ് സ്വാതി, വെൽക്കം ടു സെഷൻ. എ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്വാതി. ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം നിങ്ങൾ +2 എന്തായാലും ലീഗൽ സ്റ്റഡീസ് നിങ്ങൾ പഠിക്കുന്നില്ല. പക്ഷേ NCERTയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ലീഗൽ സ്റ്റഡീസിൽ, അതിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എ വരുന്നുണ്ട്, ഇത് കറക്റ്റാണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്. ഓപ്ഷൻ ബി ഇലക്ഷൻ ഡിസ്പ്യൂട്ട്, ഇതും വരുന്നുണ്ട്. ആൻഡ് കളക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ടാക്സസ്. അപ്പോൾ ഇതിൽ വരാത്തത് ഓപ്ഷൻ സി റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ടും കേസ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് ക്ലാസ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. ബാക്കി എ, ബി ആൻഡ് ഇ, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്, ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്, കളക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ടാക്സ്, ഈ പറയുന്ന എല്ലാ ഡിസ്പ്യൂട്ട്സും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് പറയുന്ന അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. യൂണിറ്റ് 3 NCERTയിലെ ലീഗൽ സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 3 എന്താണ്? യൂണിറ്റ് 3 പറയുന്ന ആർബിട്രേഷൻ, ട്രിബ്യൂണൽ അഡ്ജുഡിക്കേഷൻ ആൻഡ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഈ പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നുള്ള ഭാഗത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. 42nd അമെൻമെന്റ് ഓഫ് 1976 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വരുന്നത്. ആർട്ടിക്കിൾ 323A ആൻഡ് 323B. അപ്പോൾ അതിൽ റേഞ്ച് ഓഫ് ഡിസ്പ്യൂട്ട്സ് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏതെല്ലാമാണ് ഡിസ്പ്യൂട്ട് എന്നുള്ളത് ഇവിടെ ഓരോന്നും പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, ഞാൻ പേജ് നമ്പർ 94 നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, നോക്കുക. ഈ ഒരു PDF ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF അവൈലബിൾ ആണ് NCERTയുടെ സൈറ്റിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ LLB ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ സ്റ്റഡീസിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ഓക്കെ, യാ ലോയഡ്, വെൽക്കം ടു ദ സെഷൻ. ലോയഡ്, വാട്ട്സ് യുവർ നെയിം? It's very awkward to call you Loyed and all. If you don't mind, could you please comment your name on the chat box? ലോയഡ് എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുണ്ട്, ബീഹാറിൽ നിന്നാണ്. അവരെപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ലീഗൽ സ്റ്റഡീസിൻ്റെ സെഷൻ ചെയ്യുമോ എന്നുള്ളത്, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. സതീഷ് ആൻഡ് പങ്കജ് ആർ നൈബേഴ്സ് ഷെയറിംഗ് എ ഫ്ലോർ ഇൻ എ റെസിഡൻഷ്യൽ സൊസൈറ്റി. ഓക്കെ, Sadish pet dog keep barking which disturb Pankaj's peace. They want to resort to an alternative dispute resolution mechanism which gives them a non-binding outcome. Choose the most suited ADR. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തുമായി റിലേറ്റഡ് ആണ്? ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സതീഷും പങ്കജും 2 നെയ്ബേഴ്സാണ്. അവരുടെ പെറ്റ്, സതീഷിൻ്റെ പെറ്റ് അതായത് വളർത്തുനായ ബാർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പങ്കജിൻ്റെ സ്വൈര്യ ജീവിതത്തെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് മെക്കാനിസം അതിൽ അതായത് അവർക്ക് അതൊന്ന് പറഞ്ഞ് പരിഹരിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു കോർട്ടിൻ്റെ പുറത്തോട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അപ്പോൾ എന്താണ് വിച്ച് ഗീവ് ദം നോൺ ബൈൻഡിങ്. അപ്പോൾ ഇവിടുത്തെ ഫീച്ചർ നോക്കാൻ നോൺ ബൈൻഡിങ് ഔട്ട്കം വരുന്ന സംഭവമാണ്. അപ്പോൾ മീഡിയേഷൻ ഉണ്ട്, ആർബിട്രേഷൻ ഉണ്ട്, ലോക് അദാലത്ത് ആൻഡ് ലോക്പാലും ഉണ്ട്. യാ ലോയഡ്സ്, ഋഷികേഷ് എന്നാണല്ലോ പേര്, ഋഷികേഷ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ലോക് അദാലത്ത് ആൻഡ് ലോക്പാൽ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം അല്ലേ. അതൊരിക്കലും ഒരു ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ്റെ ഇതുപോലെയുള്ള കേസസിൽ എന്തായാലും വരില്ല. ലോക്പാൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അത് ഏത് തരം കേസുകളാണ് വരുന്നതെന്ന് നമുക്കറിയാം. ലോക് അദാലത്തിൽ ഇതുപോലെയുള്ള ഒരു നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ഔട്ട്കം വരാൻ വളരെ സാധ്യത കുറവാണ്. പിന്നെന്താണ് മീഡിയേഷൻ ആൻഡ് ആർബിട്രേഷൻ, ഇതിൽ രണ്ടിൽ ഏതാണെന്നുള്ളത് നിങ്ങളും ചൂസ് ചെയ്യാം. ലോയഡ്സ് ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്. യെസ് കറക്റ്റാണ് ഋഷികേഷ്. ഓപ്ഷൻ എ, ലോയഡ്സ് ഓപ്ഷൻ എ, മീഡിയേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടെ മീഡിയേഷൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുക, അതായത് ഈ സെയിം ചാപ്റ്ററിൽ തന്നെ ഈ സെയിം യൂണിറ്റ് 3
ആർബിട്രേഷൻ ട്രിബ്യൂണൽ അടിച്ചു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നുള്ള യൂണിറ്റിൽ ADRന്റെ എല്ലാ ഫീച്ചേഴ്സും, മീഡിയേഷൻ എന്താണ്, ആർബിട്രേഷൻ എന്താണ്, ലോക് അദാലത്ത്, ലോക്പാൽ, ഇതൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കാം. മാഷ് ചോദിക്കുന്നത് സർ നോട്ട്സ് PDF ആയി കിട്ടുമോ? തീർച്ചയായിട്ടും പ്രപ്പോസൽ നമ്മുടെ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിക് കൗൺസിലറിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച് ചോദിക്കുക. നിങ്ങൾ പ്രപ്പോസൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നോട്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്ലാസ്സസ് ഉണ്ടാവില്ല, പക്ഷെ നല്ല വാല്യൂ ആഡഡ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ നമ്മൾ ലീഗൽ സ്റ്റഡീസിൻ്റെ പേപ്പറിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാഷ് എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒന്നെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. സാമ്പിൾ ക്ലാസ്സസും നോട്ട്സും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അക്കാഡമിക് കൗൺസിലറെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, വിളിക്കുക, എന്ത് ചെയ്താൽ അവർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ആൻസർ. മീഡിയേഷൻ ആണ് കേട്ടോ. അടുത്തെന്താണ്? ഇൻ മൾട്ടിലാറ്ററൽ ട്രീറ്റീസ് involving a number of countries, which is the most preferred method of expressing assent to a treaty. Most preferred method expressing assent to a treaty. ഒരു ട്രീറ്റി അസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ ഏറ്റവും മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? എസ്പെഷ്യലി മൾട്ടിലാറ്ററൽ ട്രീറ്റീസിലും പോലെയുള്ള, അതായത് ആഗോളതലത്തിലുള്ള ഉടമ്പടികളും കാര്യങ്ങളൊക്കെ പല കൺട്രീസും ചെയ്യാറുണ്ട്, പല രാജ്യങ്ങളും ചെയ്യാറുണ്ട്, ഇന്ത്യ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റി അംഗീകരിക്കാൻ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? കൺസെന്റ് ബൈ സിഗ്നേച്ചർ, ഒപ്പുവഴി അല്ലെ, ഒപ്പുവെച്ചിട്ട് കൺസെന്റ് ചെയ്യുക എന്നുള്ളത്. കൺസെന്റ് ബൈ എക്സ്ചേഞ്ച് ഓഫ് ഡോക്യുമെന്റ്സ്, ഓക്കെ, കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ ആൻഡ് കൺസെന്റ് ബൈ ഒബ്ലിഗേഷൻ. ഇതിലേതാണ് ഏറ്റവും മോസ്റ്റ് പ്രിഫേർഡ് മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് അസെന്റ് ടു എ ട്രീറ്റി? ഏതാണ് മോസ്റ്റ് പ്രിഫേർഡ്? ലോയഡ്സ്, ആൾസോ നോൺ ആസ് ഋഷികേഷ് അല്ലേ, AKA. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ ആണ്. കറക്റ്റ് ആണ്. വെരി ഗുഡ് ലോയറ്റ്. കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. യൂണിറ്റ് 7 ഇന്റർനാഷണൽ കോൺടെസ്റ്റ്, ലീഗൽ സ്റ്റഡീസിലെ പേജ് നമ്പർ 193, യൂണിറ്റ് 7 ഇന്റർനാഷണൽ കോൺടെസ്റ്റിൽ കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ എന്നുള്ള ഏരിയയിൽ ഇവിടെ പറയുന്നുണ്ട്. In multilateral treaties involving a number of countries, ratification is usually the most preferred method of expressing assent, where one party collects the ratification of others. അപ്പോൾ ഇവിടെ റാറ്റിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്, കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ. അപ്പോൾ അതിൽ ഇവിടെ തീർച്ചയായിട്ടും വൃത്തിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് പ്രിഫേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് റാറ്റിഫിക്കേഷൻ ആണ്. അപ്പോൾ എന്താണ് കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 ഫോക്കസസ് ഓൺ. അപ്പോൾ വീണ്ടും നമ്മുടെ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് മെക്കാനിസത്തിലെ ഒരു ഓപ്ഷൻ നമ്മൾ ലോക്പാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത? അതിൻ്റെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 കേട്ടോ വന്നത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? ടു റിസോൾവ് കംപ്ലൈൻറ്റ്സ് അബൌട്ട് ജഡ്ജ് പേഴ്സണൽ കണ്ടക്ട്. ജഡ്ജസിൻ്റെ പേഴ്സണലായിട്ടുള്ള അവരുടെ സ്വഭാവങ്ങളും അവരുടെ പ്രവർത്തികളും അതിൻ്റെ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണോ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ടിൽ പറയുന്നത്? അല്ലെങ്കിൽ സ്പീഡി ഡിസ്പോസൽ ഓഫ് കേസസ് പെട്ടെന്ന് തീർപ്പാക്കലാണോ? To combat acts of bribery and corruption of public servants. പബ്ലിക് സർവൻസിൻ്റെ കറപ്ഷനും ബ്രൈബറി, കൈക്കൂലി വാങ്ങുന്ന പ്രശ്നങ്ങളും കറപ്ഷനും അതുപോലെയുള്ള അഴിമതിയെക്കുറിച്ചൊക്കെ അതിനെ കോമ്പാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഒരു ടൂളായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ടു റിസോൾവ് മാറ്റേഴ്സ് കൺസേണിങ് ലാൻഡ് റിഫോമുമായിട്ടുള്ള മാറ്റേഴ്സ് കൺസേൺ ചെയ്യുന്ന അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന് പറയുന്നത്. ഏതാണ്? ലോയഡ്സ് ഓപ്ഷൻ സി. കറക്റ്റ് ആണ്. വെരി ഗുഡ്. ടു കോമ്പാറ്റ് ആക്ട്സ് ഓഫ് ബ്രൈബറി ആൻഡ് കറപ്ഷൻ ഓഫ് പബ്ലിക് സർവന്റ്. ഓക്കെ, ടു കോമ്പാറ്റ് ആക്ട്സ് ഓഫ് ബ്രൈബറി, അവിടെ നാക്കുളുക്കുന്നല്ലോ. ടു കോമ്പാറ്റ് ആക്ട്സ് ഓഫ് ബ്രൈബറി ആൻഡ് കറപ്ഷൻ ഓഫ് പബ്ലിക് സർവൻറ്റ്സ് അല്ലേ, ഓപ്ഷൻ സി ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ലോക്പാൽ ലോകായുക്ത പോലെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? കറപ്ഷൻ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് ന്യൂസിൽ ലോകായുക്തയുടെ ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലോക്പാൽ നമ്മുടെ സെൻട്രൽ ലെവലിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ അടുത്ത് റീസെൻ്റ് ആയിട്ട് ഒരു ലോക്പാൽ ആയിട്ടുള്ള ഒരു അതോറിറ്റിയൊക്കെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ന്യൂസിൽ വന്നതാണ്. അപ്പോൾ എന്താണ് റിലേറ്റഡ് ടു അതായത് കൈക്കൂലിയും അതുപോലെ തന്നെ അഴിമതിയൊക്കെ
കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സംഭവം. ഓക്കെ, അടുത്തെന്താണ്? അപ്പോൾ നോക്കുക, യൂണിറ്റ് 3 ആർബിട്രേഷൻ, ട്രിബ്യൂണൽ എഡ്യൂക്കേഷൻ, ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് മെക്കാനിസത്തിൽ അല്ലെങ്കിൽ റെസൊല്യൂഷനിൽ ലോക്വാക്ട് ആൻഡ് ലോക്പാൽ കറക്റ്റ് പറയുന്നത് ലെജിസ്ലേഷൻ എയിം ടു കോമ്പാറ്റ് ആക്ട്സ് ഓഫ് ബ്രൈബറി ആൻഡ് കറപ്ഷൻ ഓഫ് പബ്ലിക് സർവൻസ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പേജ് നമ്പർ 102 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ ഓക്കെ, സിമ്പിൾ അല്ലേ സംഭവം? യാ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. Arrange the freedoms guaranteed under Article 19 of the Indian Constitution in correct sequence. കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യണം. ആർട്ടിക്കിൾ 19 എന്താണിത്? റൈറ്റ് ടു ഫ്രീഡം അല്ലേ? റൈറ്റ് ടു ഫ്രീഡത്തിൽ 6 റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഫ്രീഡം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ അത് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ഏതാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഏതാണ് വരുന്നത്, അപ്പോൾ ആ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി എന്നായിരിക്കും അവിടെ, ആൻഡ് വിത്തൗട്ട് ആംസ്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൽ ഏതാണ് ഫസ്റ്റ് വരിക? ഒബ്വിയസ്ലി നമുക്കറിയാം ഇതാണ് ഫസ്റ്റ് വരിക അല്ലേ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്കറിയാം, നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല ബാക്കിയുള്ളത്, പക്ഷേ ഇതാണ് ആദ്യം വരിക എന്നുള്ളത് നമുക്കറിയാം. നമ്മളെപ്പോഴും പറയുന്ന സംഭവമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള കാര്യം. ഇനി ബാക്കി നോക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡി ആയിരിക്കും വരിക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 2 ഓപ്ഷൻ നമുക്ക് കളയാം. അപ്പോൾ ഏതാണ് വരിക? ലോയഡ് ഋഷികേഷ് പറയുന്നത് ഓപ്ഷൻ ഡി എന്നാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണെങ്കിൽ ഇ വരുന്ന ഇത് രണ്ടും കളയാം. അപ്പോൾ ഒന്നെങ്കിൽ ഇതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും, അല്ലെങ്കിൽ ഡി ആയിരിക്കും. അപ്പോൾ ആദ്യം ഡി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ആസ് ലോയഡ് പറഞ്ഞ പോലെ ഡി ആണെങ്കിൽ പിന്നെ ബി ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് എന്നുള്ളത് സെക്കൻഡ് വരുന്നു. പിന്നെ വരുന്നത് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻസ്, ഓക്കെ, തേർഡ് വണ്ണ്. ആൻഡ് പിന്നെ വരുന്നത് ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഓക്കെ. ആൻഡ് ഫിഫ്ത്ത് വൺ ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പം ഇത് തന്നെയാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഗുഡ് ജോബ് ഋഷികേഷ്. ലോയഡ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. Then comes freedom to assemble peacefully without arms, and then comes freedom to form associations and union, then freedom to move freely throughout the territory of India, and freedom to reside and settle in any part of the territory of India. അപ്പോൾ നമ്മൾ നോക്കുക, യൂണിറ്റ് 4 ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള പാർട്ടിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 പ്രിസ്ക്രൈബ് ആൻഡ് പ്രൊട്ടക്ട് ദ ഫോളോയിങ് കൈൻഡ്സ് ഓഫ് ഫ്രീഡം ടു ഓൾ സിറ്റിസൺസ്. ഓൾ സിറ്റിസൺ ആണ്. ഓക്കെ, ഏതെല്ലാം ആണ്? Freedom of speech and expression, freedom to assemble peacefully without arms, freedom to form association and union, freedom to move freely throughout the territory, freedom to reside, and last one ഏതാ വരുന്നത്? freedom to practice any profession, carry on any occupation, trade or business. അപ്പോൾ പേജ് നമ്പർ 116 ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെക്കുക. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഓർത്ത് വെക്കുക. ബാക്കി ഏകദേശം അങ്ങനെ തന്നെ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 50%, അല്ലെങ്കിൽ 2 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കളയാൻ പറ്റും. ആദ്യത്തെയും ലാസ്റ്റത്തെയും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തിലോട്ട് പോവാം. Sequentially arrange the international human rights treaties adopted by UN General Assembly. International human treaties ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫോളോയിങ് ട്രീറ്റീസ് ആർ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റീസ്. അപ്പോൾ അതിൻ്റെ സീക്വൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. UN അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള, അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വർഷം സീക്വൻസ് ആയിട്ട് പറഞ്ഞു. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്, കൺവെൻഷൻ റിലേറ്റിംഗ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ്, ഇന്റർനാഷണൽ കോവിനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ആൻഡ് ഓപ്ഷൻ ഡി അല്ല, ഡി സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ വരുന്നത്? അപ്പം ആ ഡേറ്റ് ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഡേറ്റ് എഴുതി വെക്കാം. അപ്പോൾ ഇതിൽ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് എപ്പോഴാണ്? 1990 വരുന്നത്. കൺവെൻഷൻ റിലേറ്റഡ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ്, ഇറ്റ്സ് ഇൻ 1954. ഇന്റർനാഷണൽ ലോയഡ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എനിവേ, ഇന്റർനാഷണൽ കോവിനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നാണ് 1976. കൺവെൻഷൻ
on elimination of all forms of discrimination against women 1979. Okay, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബി വരുന്നു, then comes C, then comes D and then comes A. കറക്റ്റ് ആണ്, ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഗുഡ് ജോബ് ലോയഡ്. യാ ബി സി ഡി എ, ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഗുഡ് ജോബ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കാം. യൂണിറ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, എ ഫ്യൂ എക്സാമ്പിൾ ഓഫ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റീസ് ആർ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒരു ബോക്സിൽ കൊടുത്തതാണ്. അപ്പോൾ ഇന്റർനാഷണൽ കോവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1976 ആണ്. ഇന്റർനാഷണൽ കോവനന്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഇത് കൊണ്ടിട്ടോ 1976. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് 1990. കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ആൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ 1979. കൺവെൻഷൻ റിലേറ്റിംഗ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ് 1954. പേജ് നമ്പർ 112 ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബോക്സ് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നേരിട്ട് എടുത്ത ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ 19th century saw the commencement of non-government association and 20th century witnessed its growth. Arrange the given organization according to the year of formation. അപ്പോൾ ഇയർ ഓഫ് ഫോർമേഷൻ അത് സീക്വൻഷ്യലി ഓർഡർ ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുള്ള ആദ്യം ഏത് ഓർഗനൈസേഷനാണ് ഫസ്റ്റ് ഉണ്ടായത്. അപ്പോൾ ഏതെല്ലാമാണ്? ലീഗ് ഓഫ് നേഷൻ, ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ, ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് ആൻഡ് യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ അവിടെ പറയുന്നത് 19th century എന്ന് പറയുന്ന നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ 20th century അതിൻ്റെ അതായത് NGOസിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായത് 20th century അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറേഞ്ച് ദ ഫോളോയിങ് ഗിവൺ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഇതിൽ രണ്ട് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ്, മറ്റൊന്നത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ല. ലീഗ് ഓഫ് നേഷനും യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. മറ്റ് രണ്ടെണ്ണം NGOs പോലെയുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ് അല്ലേ. അപ്പം യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻസ് നമുക്കറിയാം ലീഗ് ഓഫ് നേഷന്റെ സക്സസർ ആയിട്ട് വന്നിട്ടല്ലേ, പ്രീഡിസസർ ആണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് അല്ലേ, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൽ എന്താണ്? ലോയിഡ്സ് പറയുന്നത് when I get notification for this session I am so much excited. ഓക്കെ ലോയിഡ്സ് പറയുന്ന ഓപ്ഷൻ എ എന്നാണ്. നമ്മൾ നോക്കാം. ഓപ്ഷൻ എ ആണെങ്കിൽ ആദ്യം എന്താണ്? ലീഗ് ഓഫ് നേഷൻസ് 1920 അല്ലേ, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ 1945. ഇത് നമുക്കറിയാം, ഇത് പൊളിറ്റിക്കൽ സയൻസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ഇത് രണ്ടും കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻസിൻ്റെ മുന്നേ വന്നിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും റെഡ് ക്രോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ഡി ആയിരിക്കും ലാസ്റ്റ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ലോയിഡ്സ് പറഞ്ഞത് ശരിയാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ എന്താ അറിയോ? ഇറ്റ് ഈസ് ഇൻ 1873 ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ വരുന്നത് 1873. ആൻഡ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ റെഡ് ക്രോസ് വരുന്നത് 1863. ഒന്ന് ചെക്ക് ചെയ്യണേ. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് 1863 വരുന്നത്. ആൻഡ് ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ 1873, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ 1945 ആൻഡ് ലീഗ് ഓഫ് നേഷൻസ് 1920. ഗുഡ് ജോബ് ലോയിഡ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ഇന്റർനാഷണൽ കോൺടെസ്റ്റ് യൂണിറ്റ് 7 പേജ് നമ്പർ 194. അപ്പോൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ് ടോപ്പിക്കിൽ പറയുന്നുണ്ട്. ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ 1873, ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് 1863, ലീഗ് ഓഫ് നേഷൻ 1990, യുണൈറ്റഡ് നാഷൻസ് 1945 അപ്പോൾ ഇത് 1920 അല്ലെങ്കിൽ 1990 ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, 1920 1919 അല്ലെങ്കിൽ 20, 1919 ഓർ 1920 ലീഗ് ഓഫ് നേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കുക. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനൈസേഷൻസിൻ്റെ ഇയർ ഫോർമേഷൻ കാര്യങ്ങളൊക്കെ. അപ്പം ആ രീതിയിൽ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയാക്കിയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. സിമ്പിളായിട്ടുള്ള മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ലീഗൽ സ്റ്റഡീസിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലെങ്കിൽ കൂടിയും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെന്താണ്? ലിസ്റ്റ് 1 പ്രിയാമ്പിൾ പറയുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ലിസ്റ്റ് 2 എന്താ പറയുന്നത്? പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ബിഗിനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിലേതാണ് വരുന്നത്? സിമ്പിളാണ് അല്ലേ? സിമ്പിളായിട്ടുള്ള ചോദ്യം, വളരെ സിമ്പിളാണ്. ഏതാണ്? ഋഷികേഷ് പെട്ടെന്ന് പറഞ്ഞോളൂ.
വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് അല്ലേ. നമുക്കറിയാം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ബിഗിനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. A3 വരുന്ന 2 ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഏതാണ് വരുന്നത്, ഈ 2 ഓപ്ഷൻ ഇല്ല, സിയും ഡിയും അല്ല. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് പാർട്ടാണ് എന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയി കിട്ടും. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് പാർട്ടാന്ന് പറഞ്ഞാലും നമുക്കറിയാൻ പറ്റും അല്ലേ. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഋഷികേഷ്, യു ജസ്റ്റ് ചെക്ക് യുവർ ആൻസർ വൺസ് മോർ. ലൈക്ക് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അത് ഏതിലാണ് വരുന്നത്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓപ്ഷൻ ഡി വരുന്ന ഏതാണ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, one thing is sure that first after preamble ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എന്തായാലും ഫസ്റ്റ് ഏതാണ് വരിക, ഫണ്ടമെന്റൽ റൈറ്റ്സ് വിൽ ബി കമ്മിങ് ബിഫോർ, it will be coming before directive principles and fundamental duties. So fundamental rights will be the part 3 of the constitution. അപ്പോൾ B1 ആണ്, B1 A3. then C എന്താണ് വരുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ലാണ് വരുന്നത്. ആൻഡ് ഡി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4 ലാണ് വരുന്നത്. ഓക്കെ, യാ ലോയഡ്, ഇറ്റ്സ് നോ ഇഷ്യൂ, കുഴപ്പമില്ല, ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. യു ഷുഡ് ബി തറോ വിത്ത് ദ പാർട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പാർട്ട് 1 എന്താണ്, പാർട്ട് 2 ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആർ പാർട്ട് 1 and 2. അതറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഇഫ് യു ആർ നോട്ട് അവെയർ ഓഫ് പാർട്ട് 1 and 2, യു ഷുഡ് ബി അവെയർ ഓഫ് പാർട്ട് 3, പാർട്ട് 4, okay, part 4A, all these kind of things. These are basic things, can be asked in any subject, even in political science also. Okay, so anyway the correct option is option A. അപ്പോൾ എന്താണ്, പ്രിയാമ്പിൾ ആണ് ആദ്യം വരിക, ബിഗിനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 ലാണ് വരുന്നത്. പാർട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് പാർട്ട് 4A ലാണ് അല്ലേ. അപ്പോൾ ഇത് വരുന്ന 1978 അമെൻമെന്റിലല്ലേ, 1978 അല്ലെങ്കിൽ 76 ജസ്റ്റ് നോക്കുക. 42nd or 44th അമെൻമെന്റിൽ, 44th അമെൻമെന്റിൽ അല്ലേ, സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട്. 1976 78 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാലും ഏത് അമെൻമെന്റ് ആണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ, ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് പോവാം. ഓക്കെ, ദ വെങ്കട ചെല്ലയ്യ കമ്മിറ്റി ഫോം ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കിങ്ങിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ റിഫോംസിനൊക്കെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, വെങ്കട ചെല്ലയ്യ കമ്മിറ്റിയാണ്. അപ്പം അദ്ദേഹം സജസ്റ്റ് ചെയ്ത ആ ഒരു കമ്മിറ്റി സജസ്റ്റ് ചെയ്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്, ഓപ്ഷൻ എ ടു ഇൻക്രീസ് ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ഫ്രം 62 to 65, to establish national judicial education strategy to provide education to High Court and Supreme Court judges, strengthening the process of consultation between executive and judiciary, and option D to increase the retirement age of Supreme Court judges from 65 to 68. അപ്പം ഇവിടെ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് കൂട്ടുന്നു പറയുന്നുണ്ട്, സുപ്രീം കോടതി ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് കൂട്ടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ സി പറയുന്ന കൺസൾട്ടേഷൻ ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, അതിന്റെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള വെങ്കട ചെല്ലയ്യ കമ്മിറ്റി. അല്ലെങ്കിൽ നാഷണൽ ജുഡീഷ്യൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജിയാണ് ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതി ജഡ്ജസിന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേതാണ്? യാ ലോയഡ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി, to increase the retirement age of Supreme Court judges from 65 to 68. സുപ്രീം കോടതി ജഡ്ജസിന്റെ കറണ്ട് റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 65 ആണ്. അത് 68 ആക്കണമെന്നാണ് വെങ്കട ചെല്ലയ്യ കമ്മിറ്റി എന്തിനാണ് ഫോം ചെയ്ത്, ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. പക്ഷേ കറണ്ട് റിട്ടയർമെന്റ് ഏജ് എന്താണ്, കറണ്ട് റിട്ടയർമെന്റ് ഏജ് 65 ആണ്. ഇപ്പോഴും അത് തന്നെയാണ്. അത് 68 എങ്കിലും ആക്കണമെന്നാണ് ഇവർ പറയുന്നത്, വെങ്കട ചെല്ലയ്യ കമ്മിറ്റി സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്ത് യൂണിറ്റ് 1 ജുഡീഷ്യറി എന്നുള്ള ടോപ്പിക്കിന്ന് പേജ് നമ്പർ 17. അപ്പോൾ അവിടെ കറക്റ്റ് പറയുന്നുണ്ട്, വെങ്കട ചെല്ലയ്യ കമ്മിറ്റി ഫോം ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 2000 ഫോം ചെയ്തിട്ട് കമ്മിറ്റി ആട്ടോ. ഇപ്പോൾ ഏകദേശം 22 വർഷം കഴിഞ്ഞ് ഇപ്പോഴും
അത് നടപ്പിലാക്കിയിട്ടില്ല. ടു ഇൻക്രീസ് ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് സുപ്രീം കോടതി ജഡ്ജസ് ഫ്രം 65 to 68. അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. അവർ സജസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. 2000 വന്ന 2000 വന്ന കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1 പേജ് നമ്പർ 70 കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അവിടെ നേരെടുത്ത ചോദ്യമാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ള ലീഗൽ സ്റ്റഡീസ് പേപ്പർ നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും യു ഷുഡ് ബി തറോ വിത്ത് ദ ടെക്സ്റ്റ് ബുക്ക്. ഈച്ച് ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ലീഗൽ സ്റ്റഡീസ്. ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ബൈ ലൈൻ നിങ്ങൾ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഹയർ സ്കോർ നേടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, the last question of today's session: the arbitration and conciliation laws in India have been largely influenced by significant movements of judicial reforms and conflict management across the world. The Indian Arbitration and Conciliation Act 1996 is modeled on which law? UDHR, UNCITRL, CEDAW, ICCPR. അപ്പോൾ ഇവിടെ പറയുന്നത് ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ലോസ് ഇൻ ഇന്ത്യയിൽ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ലോസ് ഉണ്ട്. അപ്പോൾ ഹാവ് ബീൻ ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സിഗ്നിഫിക്കന്റ് മൂവ്മെന്റ്സ് ഓഫ് ജുഡീഷ്യൽ റിഫോംസ് ആൻഡ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് അക്രോസ് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് 1996 ഏത് ലോന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഇന്റർനാഷണൽ ലോയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് 1996 മോഡൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വിഭാവനം ചെയ്തത് ഏത് ഇന്റർനാഷണൽ ലോന്റെ ചുവട് പിടിച്ചിട്ടാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ UDHR ഉണ്ട്, UNCITRL ഉണ്ട്, CEDAW ഉണ്ട്, ICCPR. ലോയഡ്സ് ഋഷികേഷ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി UNCITRL എന്ന് പറയും, UNCITRL. അപ്പോൾ അതെവിടെ പറയുന്നത്? യൂണിറ്റ് 3 ആർബിട്രേഷൻ ആൻഡ് ട്രിബ്യൂണൽ എഡ്യൂക്കേഷൻ ആൻഡ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ, അതാണ് UNCITRL എന്ന് പറയുന്നത്. അതെന്താണ്? മോഡൽ ലോ ആൺ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ആർബിട്രേഷൻ 1985 അത് വന്നിട്ടുള്ളത്. ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദിസ് ഇന്റർനാഷണൽ ട്രീറ്റി, UN General Assembly recommended all countries must give due consideration to the said model law in order to bring uniformity in the law practice of international arbitration. The Indian Arbitration Conciliation and Conciliation Act of 1996 is similarly modeled on the UNCITRL model law ആണ്. അപ്പോൾ ഇന്ത്യൻ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആൻഡ് 1966 വന്നിട്ടുള്ളത് മോഡൽ ചെയ്തിട്ടുള്ളതാണ് UNCITRL മോഡൽ ലോ ചുവട് പിടിച്ചിട്ടാണ്. അപ്പോൾ UN ജനറൽ അസംബ്ലി ഇത് പാസ്സാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഇത് നിലവിൽ വന്നതിന് ശേഷം എല്ലാ കൺട്രീസിനോടും ഇതുപോലെയുള്ള ലോസ്, ഈ ഒരു മോഡൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ 1996 ഇന്ത്യൻ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് പാസ്സാക്കി. അപ്പോൾ അത് എന്ത് ബേസിസിലാണ്? UNCITRL ലോ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ലോ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്നൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു 5 സെഷനിലോട് കൂടിയിട്ടാണ് നമ്മൾ ലീഗൽ സ്റ്റഡീസിൻ്റെ ഈ സെഷൻസ് അവസാനിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രപ്പോയ്സിൽ നിങ്ങൾക്ക് CUET 2023 ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതിൽ തീർച്ചയായിട്ടും പ്രപ്പോയ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സസ് ആയിട്ടും നോട്ട്സ് ആയിട്ടും ടോപ്പിക് ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു പാക്കേജ് തന്നെ പ്രപ്പോയ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെഷൻ 1 ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സെഷൻ 2 ഒരുവിധം എല്ലാ ഡൊമൈൻ ടെസ്റ്റുകളും, അതുപോലെ തന്നെ സെഷൻ 3 ജനറൽ ടെസ്റ്റിൻ്റെ ഒക്കെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാം പ്രപ്പോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രപ്പോയ്സ് ആപ്പ് നിങ്ങൾക്ക് കാണാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാമ്പിൾ ക്ലാസ്സസ് ഒക്കെ കണ്ടു നോക്കാം. കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. Okay, thank you Lloyds, Rishikesh, thank you for being with me with this session. Anyway, you just go through the legal studies textbook thoroughly, because most of the question, I'm not saying most of the question, and the entire question which we are discussed in the last 2 sessions are coming from the textbook only. Only one question from the previous session we couldn't solve that one. You also know that question. So just go through the entire legal studies textbook very thoroughly and revise it again and again, and note down the important points and factual points, etc. And hopefully we'll continue with this session in the next week. We will
yeah, in the next week we will continue with some other questions or the remaining questions of the legal studies paper of CUET 2022. അപ്പം നമ്മുടെ ഒരു നോൺ മലയാളിയായിട്ടുള്ള ഒരു ആൾ വന്നുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞിട്ടുള്ളത്. ബീഹാറിൽ നിന്നാണ് വന്നിട്ടുള്ള ഋഷികേഷ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം അവർക്ക് ഭയങ്കര CUET 2022 എക്സാം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലീഗൽ സ്റ്റഡീസിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് ലോയിൽ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം വീണ്ടും കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവർ പ്രപ്പോസൽ വന്നിട്ട് എല്ലാ ഇതിലും വന്നിട്ട് കമൻറ്റ് ചെയ്യായിരുന്നു ലീഗൽ സ്റ്റഡീസിന് സെഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്, ഈ ഒരു സെഷൻസ് പെട്ടെന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ CUET 2023 എഴുതുന്ന അല്ലെങ്കിൽ CUET എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും നമ്മുടെ ചാനലിലും വീഡിയോസും അതുപോലെ തന്നെ CUET റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ എത്തിച്ചു കൊടുക്കുക. ആരും CUET കുറിച്ച് ആരും അറിയാണ്ട് പോകരുത്, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ആർക്കും മിസ്സായി പോകരുത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കുക. നമ്മുടെ ചാനലിൽ നിങ്ങളെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക, വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കോളേജിൽ അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഉപരിപഠനം ഹയർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ നിങ്ങൾ വിളിക്കുക. കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡൗട്ടും ക്ലാരിഫൈ ചെയ്തു തരുന്നതാണ്. Okay, anyway, thank you so much, and we'll meet again in the next section in the coming week. Till then, take care, bye bye.